മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. മലപ്പുറത്തേക്കാണ്. ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു 8 കോടിയിലധികം രൂപ തട്ടിയെടുത്തതായി പരാതി. ചെമ്മാട് ദാറുൽ ഈമാൻ ട്രാവൽസ് ഉടമ VP അഫ്സലിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. 5 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെ വിവിധ ആളുകളിൽ നിന്ന് വാങ്ങി വഞ്ചിച്ചു എന്നാണ് പരാതി. 2023 ഡിസംബറിൽ പണം വാങ്ങിയ ശേഷം വിവിധ സ്ഥലങ്ങളിൽ ഹജ്ജ് ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ പുറപ്പെടാൻ നിശ്ചയിച്ചിരുന്ന സമയത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് യാത്ര റദ്ദാക്കിയ വിവരം അഫ്സൽ തീർത്ഥാടകരെ അറിയിക്കുകയായിരുന്നു. തിരികെ നൽകാമെന്ന് പറഞ്ഞ പണം ഇനിയും കൊടുത്തില്ല എന്നതാണ് പരാതിയായി വരുന്നത്. 100 ചില്ലാനത്തോളം വരുന്ന ആളുകളിൽ നിന്ന് ഏകദേശം 8 കോടിയോളം രൂപ അവന് ഞങ്ങളിൽ നിന്ന് അപഹരിച്ചിട്ടുണ്ട്. ഈ പാവം ഉമ്മാരും ഉപ്പാരും ഈ പ്രായമുള്ള ആളുകൾ ഒക്കെ സുഖമില്ലാത്തവരാണ്. ഈ വർഷം ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പോവണമെങ്കിൽ ഈ കാശ് മാത്രമേ നിദാനുള്ളൂ. അങ്ങനെ അഡ്വാൻസ് 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. പിന്നീട് നമ്മൾ കാശ് ഘട്ടങ്ങളായിട്ട് 3 ഘട്ടങ്ങളായിട്ട് കൊടുത്തത്. ഫസ്റ്റ് ഡിസംബറിലാണ് കാശ് കൊടുത്തത്. അതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ഇവിടുന്ന് കയറി പോകുന്നതിൻ്റെ തലേ ദിവസം പിടിച്ചിട്ട് അവൻ കരഞ്ഞ് പിടിച്ചിട്ട് എൻ്റെ കൂടെ പറ്റില്ല, അല്ലാതെ കഥാവില്ല മറ്റാന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വോയിസുകൾ ഇപ്പം വീഡിയോയിൽ ഓരോരുത്തരെ ഫോണിൽ കാണാം. നേരത്തെ ഉള്ള ആളുകൾ അപ്ഡേഷൻ ചെയ്യാത്ത ഫോണിൽ ഇപ്പോഴും ഉണ്ടാകും സംഭവം. എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും എല്ലാവർക്കും പണം നൽകിയിട്ടുണ്ട് എന്നുമാണ് അഫ്സൽ പ്രതികരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുക്കാനുള്ള ആളുകൾക്ക് നമ്മൾ 100% കൊടുക്കും. എന്നെ നേരിട്ടോ ബന്ധപ്പെടാതെ അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് കാശ് തരാതെ എൻ്റെ കമ്പനിയിൽ നേരിട്ട് ഏൽപ്പിക്കാത്ത ഒരാളെ കേസും നമ്മൾ ഏൽക്കില്ല. ഇത് ഒരാൾക്കും നമ്മൾ 1 രൂപ കൊടുക്കൂലെന്നോ ഈ ചെയ്യൂലെന്നോ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാട്ടിലെ ഒരാളുമായിട്ട് ഞാനൊരു സാമ്പത്തിക ഇടപാടിലില്ല. ഞാൻ എൻ്റെ നാട്ടിൽ ആരെങ്കിലും പറ്റിച്ചതായിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കൾക്കും ചെറുപ്പം മുതലോ ഇതുവരെയോ ആർക്കും അത് പറയാനുണ്ടാവില്ല. മുബഷീർ P. അക്ബറാണ് ചേരുന്നത്. മുബഷീർ, ഈ പരാതിക്കാർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഒരു വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. പക്ഷെ അഫ്സൽ അത് നിഷേധിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ? ഗുഡ് ഈവനിംഗ് വിനീത. കഴിഞ്ഞ വർഷം 2024 ഹജ്ജിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരമൊരു തട്ടിപ്പ് നടന്നത് എന്നുള്ളതാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നിന്നുൾപ്പെടെ 100-ലധികം ആളുകളായിരുന്നു ചെമ്മാട് പ്രവർത്തിക്കുന്ന ട്രാവൽസ് ആയിട്ടുള്ള ദാറുൽ ഈമാൻ എന്ന് പറയുന്ന VP അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ട്രാവൽസിനെ 2023 സമീപിച്ചിരുന്നത്. 5 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയായിരുന്നു ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇയാൾ വിവിധ ആളുകളിൽ നിന്നും വാങ്ങിയിരുന്നത്. VIP എന്നീ കാറ്റഗറിയിൽ നിന്നായിരുന്നു ഈ ഒരു തുക വാങ്ങിയിരുന്നത്. അങ്ങനെ ഏകദേശം 8 കോടി രൂപയ്ക്ക് മുകളിൽ ഈ വിധത്തിൽ ഇയാൾ പിരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇരകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുശേഷം വിവിധ സമയങ്ങളിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ, എങ്ങനെയാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത്, അവിടെ എത്തിയതിനു ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ക്ലാസുകളൊക്കെ തന്നെ സംഘടിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ്. നിങ്ങൾ പോകേണ്ട ട്രിപ്പ്, ഹജ്ജ് കർമ്മത്തിന് പോകേണ്ട യാത്ര ക്യാൻസൽ ആയിട്ടുണ്ടെന്ന ഒരു വിവരം തീർത്ഥാടകരെ ഇയാൾ അറിയിച്ചത് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമ പോരാട്ടത്തിലായിരുന്നു ഇരകളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. നീതി ലഭിക്കാത്തൊരു പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങളുടെ കാര്യം പുറത്തുവിടുന്നത് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, വിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധമായ ഒരു കർമ്മമാണ് ഹജ്ജ് കർമ്മം എന്നുള്ളത്. വർഷങ്ങളോളം അതിനുവേണ്ടി കാത്തിരുന്ന് വലിയ തുകയൊക്കെ തന്നെ ചിലവാക്കി പോയി ചെയ്യുന്ന ഒരു കർമ്മത്തിന്റെ വിഷയത്തിലാണ് ഇത്തരം ഒരു വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. 2023 ഘടുക്കളായിട്ടായിരുന്നു പണം നൽകിയിരുന്നത്. പിന്നീട് പണം ആവശ്യപ്പെട്ടെങ്കിലും തിരിച്ചു നൽകിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് ഈ ഒരു അഫ്സൽ പറയുന്നത്. എല്ലാവർക്കും പണം നൽകിയിട്ടുണ്ടെന്ന് അഫ്സലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട്. തങ്ങൾക്ക് നീതി ലഭിക്കണം, പണം തിരികെ ലഭിക്കണം എന്നുള്ളതാണ് ഇരകൾ ആവശ്യപ്പെടുന്നത്. വിനീത, ശരി, ഏതായാലും ഗുരുതരമായ ഒരു പരാതി തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. ഇതിൽ കൃത്യമായി അന്വേഷണവും നടപടിയും ഒക്കെ തന്നെ ഉണ്ടാകേണ്ടതാണ്. മുബഷീർ P. അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി